ബിഗ് നമ്പർ. ബിജെപി കേന്ദ്രങ്ങളെ അതിശയിപ്പിക്കുന്ന ഫാസിനേറ്റിംഗ് നമ്പർ. ബിജെപി 50 മിനിറ്റ് പിന്നിടുമ്പോഴേ കെജ്രിവാൾ, അതീഷി, സിസോദിയ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് 45 സീറ്റുകളിൽ ഇപ്പോൾ ബിജെപി ലീഡ് ചെയ്യുന്നുണ്ട്. ആം ആദ്മി പാർട്ടി 23 സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. പോവുകയാണെങ്കിൽ ഏകദേശം 45 വരെ നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു കേജ്രിവാൾ പിന്നിലാണെങ്കിൽ പാർട്ടി പിന്നിലേക്ക് പോകും. അതാണ് മാത്രമല്ല അതിശയം പിന്നിലാണെന്നേ. ഒറ്റ മണ്ഡലം എടുത്താൽ മതി. മുസ്തഫാബാദിൽ ബിജെപി ആണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മുസ്തഫാബാദിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലമാണ്. അവിടെ ബിജെപി അവിടെ മുന്നിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി ആന്റി കോൺഗ്രസ് വോട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. 2020 നമ്മൾ ആ കാഴ്ച കണ്ടതാണ്. 2015 ആ കാഴ്ച കണ്ടതാണ്. മുസ്തഫാബാദ് മണ്ഡലം ഏതാണെന്ന് അറിഞ്ഞാൽ ബിജെപി 42, ആം ആദ്മി പാർട്ടി 21, കോൺഗ്രസ് 1, ആം ആദ്മി പാർട്ടി ആപ്പ് 23, ബിജെപി 42, കോൺഗ്രസ് 1 എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ബിജെപി കൃത്യമായ ലീഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബാക്കിയെല്ലാം വിട്ടേക്ക്. ഇനി ഷക്കൂർ ബസ്തിയിൽ നോക്കിയാൽ മതി. സത്യേന്ദ്ര ജെയിന്റെ മണ്ഡലം. ഇനി ബാക്കി ബിജെപി ലീഡ് ചെയ്യുന്നത് രാവിലെ മുതലേ ലീഡ് ചെയ്യുന്നത്. സന്ദീപ് ദീക്ഷിത് ന്യൂഡൽഹിയിൽ ട്രെയിൽ ചെയ്യുന്നു. അതെ, പക്ഷേ അവിടെ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്, പ്രവേശ് ശർമ്മ മുന്നിലാണ്. നിലവിൽ ന്യൂഡൽഹിയും കൽക്കാജിയും ജഗ്പുരിയിലും ഒക്കെ തന്നെ ആം ആദ്മി പാർട്ടി മുഖങ്ങൾ പിന്നിലാണ്. ആം ആദ്മി പാർട്ടിയെ ബിജെപി തുടച്ചു നീക്കുമോ എന്നറിയുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ഡൽഹിയിൽ നടക്കുന്നത്. ആം ആദ്മി പാർട്ടി 66 സീറ്റുകളിലെ ലീഡ് 42. ബിജെപി സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യേന്ദ്ര ജെയിൻ കണക്കുകളിൽ കൗതുകമായ കണക്ക് കോൺഗ്രസ് എത്ര ശതമാനം കോൺഗ്രസ് ഉയർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സൗരവ് ഭരദ്വാജ് കൈലാഷ് നഗറിൽ ലീഡ് ചെയ്യുന്നുണ്ട്. സത്യേന്ദ്ര ജെയിൻ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ പറയുന്ന കൽക്കാജിയിലും അയോധ്യയിലെ മിൽക്കിപൂറിൽ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി മുന്നിലാണ്. അയോധ്യയിലെ മിൽക്കിപൂർ അല്ല, നിങ്ങൾ നേരത്തെ വരുമ്പോൾ 42 ബിജെപി 42, 23 ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് 1, ആപ്പ് 23, ബിജെപി 42, കോൺഗ്രസ് 1. സീലാംപൂരിലാണ് കേട്ടോ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. അബ്ദുൾ റഹ്മാൻ സീലാംപൂരിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ ഏക സീറ്റ്. അമാനത്തുള്ള ഖാനും സത്യേന്ദ്ര ജെയിനും മുന്നിൽ. അത് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് ആശ്വാസം. അപ്പോൾ ഓഖ്ലയിൽ വീണ്ടും ആം ആദ്മി മുന്നിലെത്തിയിരിക്കുന്നു. ആദ്യത്തെ ട്രെൻഡിൽ ഒരു കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ 27 വർഷമായി ഡൽഹിയിൽ അധികാരത്തിലില്ലാതിരുന്ന ബിജെപി അവിശ്വസനീയമായ തിരിച്ചുവരവാണ് ഇപ്പോൾ കാണുന്നത്. ബിജെപി 41. മാറ്റമില്ല. അപ്പോഴും കേവല ഭൂരിപക്ഷത്തിൽ നിന്നും 5 സീറ്റുകൾ കൂടുതലുണ്ട്. ബിജെപിക്ക് ട്രെൻഡ് വരാനുണ്ട്. ഇനി 45 ആണ് ഈ ട്രെൻഡാണ് പോകുന്നതെങ്കിൽ 45 ആണ്. നിശ്ചയമായും 40 മുകളിൽ ഉറപ്പിക്കാം. 45 മുകളിലാണ് അവർ പറയുന്ന ആത്മവിശ്വാസം. അതെ, പക്ഷേ അതേസമയം തിരിച്ചാണ് 55 പറയുന്ന ആത്മവിശ്വാസം. പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ പോലും ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ തുണയ്ക്കുന്നില്ല. പോസ്റ്റൽ ബാലറ്റിൽ അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണച്ചില്ല വോട്ടർമാർ. പോസ്റ്റൽ ബാലറ്റിന് ശേഷം EVM എത്തുമ്പോഴും അരവിന്ദ് കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നില്ല, അതിഷിയെ പിന്തുണയ്ക്കുന്നില്ല, ഒപ്പം മനീഷ് സിസോദിയും പിന്തുണയ്ക്കുന്നില്ല. അതായത് ബിജെപി ഗ്രൗണ്ട് സീറോയിൽ നടത്തിയ പ്രചരണങ്ങൾ ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് എത്ര വോട്ട് പിടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം. പ്രത്യേകിച്ച് മുസ്തഫാബാദ് മണ്ഡലത്തിലടക്കം കോൺഗ്രസ് മൈനോറിറ്റി വോട്ടുകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആപ്പിന് ആപ്പായിട്ടുണ്ട്, ബിജെപിക്ക് ഒരു താങ്ങുമായിട്ടുണ്ട്. ആപ്പ് 24, ബിജെപി 41, കോൺഗ്രസ് 1 എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ബിജെപി മാജിക് നമ്പർ പിന്നിട്ടിരിക്കുന്നു. 5 സീറ്റുകളിലധികമാണ് ഇപ്പോൾ ബിജെപി ലീഡ് ചെയ്തു.